ഹായ് ഗൈസ്. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുക. ആദ്യം നമുക്ക് അനുവിൻ്റെ 3 million സെലിബ്രേഷൻ ഉണ്ട്. ഞാൻ പറയാൻ നിന്നപ്പോൾ തന്നെ സർപ്രൈസ് ഇപ്പോൾ കൊള്ളാവില്ല. നമ്മളെപ്പോൾ സർപ്രൈസ് പ്ലാൻ ചെയ്താലും ഇങ്ങനെയാണ് ഉണ്ടാവല്. അപ്പോൾ നമ്മളെ മാർക്കോ കുട്ടൻ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. മാർക്കോ കുട്ടാ വാ. ഹലോ എടാ എടാ ഡാ ഡാ ഗൈസ്, എടാ മണ്ട നിങ്ങളോടല്ലേ പറഞ്ഞ് വിളിച്ചിട്ട് വരണം. അപ്പോൾ ഒത്തിരി പോന്നാ. കുഴപ്പമില്ല. ഞാൻ വ്ളോഗ് വേഗം തട്ടിക്കൂട്ടി വേഗം എടുത്തു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എന്താ വെച്ചാൽ കുറേ സംഭവങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. നമ്മളെ അനുവിൻ്റെ 3 million സെലിബ്രേഷൻ ബാസിലൊക്കെ സെറ്റാക്കി. നമ്മൾ കളി കഴിഞ്ഞ് വന്നപ്പോഴാണ് ബാസിലൊക്കെ പറഞ്ഞത് കേക്ക് പോയിക്കാണ്ട്. അപ്പോൾ അനു അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ ചെക്കന്മാരെല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ ആഫ്റ്റർ ഓൾ കോൺട്രവേഴ്സീസ് നമ്മളെല്ലാവരും തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ അവിടെ നിന്ന് മുകളിൽ നിന്ന് ഓടിയതാണ്. അപ്പോൾ അനു ഡൗട്ട് അടിച്ചിട്ടില്ല എന്നുണ്ട്. ഞാനാണ് അഭിനയിച്ചിരിക്കണത്. റിനാൻ്റെ അഭിനയമാണ് കുറച്ചൊരു മോശമുള്ളത്. ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. റിനാന് കുറച്ച് ഓവറായിട്ട് അഭിനയം. എന്തോ പച്ചക്കറിക്കുള്ള സാധനം വാങ്ങാൻ പോയതാണെന്നൊക്കെ രാത്രി. അല്ല ഞാൻ കാര്യം പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ജോളോ ചിപ്പിൻ്റെ ചാലഞ്ച് വരാനുണ്ട്. അതേപോലെ ഇങ്ങോട്ട് എടുക്ക്. കേപ്പിക്ക് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ പോകുന്നുണ്ട്. അതായത് ചെറിയൊരു വാച്ചിൻ്റെ വക ഒരു ഗിഫ്റ്റാണ്. അതായത് ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിയിരുന്നു. പക്ഷേ അന്ന് തന്നെ കേപ്പിൻ്റെ ബർത്ത്ഡേന് അന്ന് തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ സൗദിക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഓനൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. വിളിച്ചു വരുത്തിയതാണ് വ്ളോഗ് എടുക്കാൻ. ജോളോ ചിപ്പിൻ്റെ വ്ളോഗ് എടുക്കാൻ ഫുൾ സർപ്രൈസാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ സർപ്രൈസ്. അപ്പോൾ കേപ്പിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഓന് വാച്ച് കൊടുക്കാനുണ്ട്. ഇങ്ങോട്ട് ഇരിക്ക്. ഓന് വാച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറേ വാങ്ങിച്ചില്ല. പക്ഷേ സൗദി പോകേണ്ട എനിക്ക് ഓന് കൊടുക്കാൻ പറ്റിയില്ല. ഇവിടെ സാധനം ഉണ്ട്. അപ്പോൾ നമുക്ക് ജോളോ ചിപ്പ് ചാലഞ്ച് വരാനുണ്ട്. ആദ്യം നമുക്ക് കേക്ക് മധുരത്തിൽ നിന്ന് തുടങ്ങാം. തരാ റിനാന് ഷോർട്സ് എടുക്കാൻ. ഷോർട്സും വ്ളോഗും റീലും ആകെ ബസ്സിലൊക്കെ എടുത്തോ. കേക്ക് കയ്യിലെടുത്തോ. ജയ് ഫ്ലാഷ് ഓൺ ആക്കണം. അപ്പുറത്ത് പോയി അങ്ങോട്ട് പോയി അവിടെ ഇതെന്താ എഴുതിക്കണത്? 3 million എന്നാണ് എഴുതിക്കണത്. 3M പോയിക്കോടും. നമുക്ക് ചെറിയ ഓക്കെ. അപ്പോൾ കേക്ക് ബസ്സിലാക്കൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ബാക്കിൽ ഇങ്ങനെ വന്നോളേ. അല്ല ഇജി ഞാൻ അവിടേക്ക് പോയിക്കോ. ഇജി അവിടെ നിന്ന് എടുത്തു. ഇനി അതല്ലേ ഇവിടെ നിന്ന് കിട്ടണമെന്നില്ലല്ലോ. അല്ല എൻ്റെ ബാക്കിൽ കാണിച്ചു കൊടുക്കാം. ഞാൻ അങ്ങോട്ട് പോയി വെറുതെ അവിടുന്ന് കാണുമ്പോൾ തന്നെയുണ്ടാവും. എൻ്റെ ബാക്കിൽ ഇങ്ങനെ പോയി അവിടെ മുന്നിലേക്ക് വന്നാൽ നരൻ്റെ പോലെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ എന്നെ വെച്ചാൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് പോവാം. എന്നെ വെച്ച് എന്നിട്ട് എന്നെ ആ ഫ്രെയിമിൽ വെക്കുക. എന്നിട്ട് ബാക്ക് കൂടി ബാസിലാക്കി ഇങ്ങനെ കേക്ക് ഇറക്കാൻ പോകും. ഞാൻ ഓവറായിട്ട് പ്ലാനൊക്കെ അത് കൊളാവുള്ളൂ. നേരെ പോവാ. ഒന്നും പ്ലാനൊന്നുമില്ല. ഒറ്റ മൈൻഡ്. ഒറ്റ മൈൻഡ് അതാ അതിനോടെ തന്നെ ഉണ്ട്. ഇതിലെ പോ. കേക്ക് താഴത്തെ കുടി. എന്തെറ്റി പാളി ഒത്തില്ല. അപ്പോൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഓവർ പ്ലാനിങ് വേണ്ട. ആ പ്ലാനിൽ നിന്ന് നമ്മൾ പോയിക്കിടക്കില്ല. പ്ലാൻ ചെയ്താണ് റിനാനേ ഇജ ആ ആംഗിളിൽ എടുക്കുക. ഞങ്ങൾ ഈ ആംഗിൾ അങ്ങനെ പടക്കടക്കതാ. പോലെ എന്താ അറിയോ റീനാനോട് പാഞ്ഞു. റീന ഒറ്റ പാച്ചില്. ഹാപ്പി 3 million. ഹാപ്പി 3 million.
എന്തായാലും പാളി. കേന്ദ്രത്തിന്ന് വിളി എന്ത് ചെയ്യാം, നിയമസഭയിൽ പോയി ഞമ്മള് ഹാപ്പി കേക്ക് ടു യുയിൽ കിട്ടും. ഞാനും വെച്ച് പൊറിച്ചോട്ട് ഹാപ്പി കേക്ക് ടു യു. വരി കൈയോട്ട് കൈയോട്ടിയാ വരും. ഒരു വലിയ കഷ്ടം കാണിക്കാനും ശംസൊക്കെ ഞെട്ടിക്കൽ ആവശ്യപ്പെട്ടു. ശംസൊക്കെ ഞെട്ടിക്കലട്ടോ ആവശ്യപ്പെട്ട്. ഇങ്ങോട്ട് 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 ശംസോനെ ഞെട്ടിയോ ഞെട്ടിയോ. പിന്നെ ആരാ ഞെട്ടിക്കൽ ആരാ ആവശ്യപ്പെട്ട്? ഞെട്ടിക്കൽ ഞെട്ടി. വേറെ ആരാ അവിടെ ഞെട്ടിപ്പേൽ ആരാ ആവശ്യപ്പെട്ട്? മധുരം വേണ്ട മധുരം വേണ്ട. ഇതിന് ഞെട്ടിക്കൽ കൊടുക്ക്. അമ്മച്ചിക്ക് ഞെട്ടിക്കല അമ്മച്ചി ഞെട്ടിക്കൽ ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഓൾറെഡി നട്ടി മൊത്തത്തിൽ ഞെട്ടിയിരിക്കാണ് ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ചു. ആൾ കുറച്ച് കൂടി പോയി, എല്ലാവരും കൺജസ്റ്റഡ് ആയിരുന്നു. പക്ഷേ അനു എന്തോ ഒരു സീരിയസ് കോളൈൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സർപ്രൈസ് ആസ് യൂഷ്വൽ ചെറുതായിട്ടൊന്ന് പാടിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ചെക്കൻ ഹാപ്പിയാണ്. അപ്പോൾ ഇനി നമ്മളെ മെയിൻ സാധനം ഇത് പറഞ്ഞാൽ നമ്മൾ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചല്ല, പിന്നെ ബാസിലൊക്കെ പെട്ടെന്ന് സെറ്റാക്കിയപ്പോൾ നമ്മളത് വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ മെയിൻ സാധനം ഇനിയാണ് വരാൻ പോകുന്നത്. നമ്മൾ കാലങ്ങൾക്ക് ശേഷം ഒരു വെറൈറ്റി വ്ളോഗായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ജോളോ ചിപ്പ് ചലഞ്ചാണ് ഗൈസ് നടത്താൻ പോകുന്നത്. അപ്പോൾ കുറേ ചെക്കന്മാർ ഞാൻ പറഞ്ഞു, അതായത് ഞാൻ മുന്നൊരുവട്ടം കഴിച്ചിട്ടുണ്ട്. കുറേ ആ കൊറോണൻ്റെ ടൈമിൽ ജോളോ ചിപ്പ് വൈറലായ ടൈമിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാൻ നമ്മൾ ചെക്കന്മാരൊക്കെ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ 2000 രൂപ ക്യാഷ് പ്രൈസിലാണ് നമ്മൾ ജോളോ ചിപ്പ് ചലഞ്ച് നടത്താൻ പോകുന്നത്. വിജയ്ക്ക് കിട്ടാൻ പോകുന്നത് 2000 രൂപയാണ് ഗൈസ്. അപ്പോൾ അതേ വെറുതെ വെച്ചിട്ട് ആദ്യം നമ്മളിപ്പോൾ ചായ അടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് ജയിക്കണോൾക്ക് 2000 തരണം. അപ്പോൾ എല്ലാവർക്കും മത്സരിക്കാൻ ഒന്നും കൂടി പൊലിവായി. ആദ്യം പ്രൈസൊന്നും വെച്ചിട്ടില്ലേനും. അപ്പോൾ നമ്മൾ ഐസ്ക്രീമും പാലൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വാങ്ങി സെറ്റാക്കിയിരിക്കണം. നമ്മളിവിടെ ടേബിൾ ഇട്ടിട്ടാണ് ഇവിടുന്ന് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ കേപ്പിക്ക് ഒരു വാച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കേപ്പിക്ക് കൊണ്ടുപോയി കൊടുക്കാം. വാച്ച് താഴെ വെച്ചിട്ട് റൂമിലുള്ള വരി. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ കേപ്പിക്ക് വാങ്ങിയിട്ടുള്ള വാച്ച്. ഒരു സിമ്പിൾ വാച്ചാണ്. ഓൻ്റെ കയ്യിലുള്ളത് ഒരു പച്ച കളർ വാച്ചാണ്. അപ്പോൾ ഞാൻ എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ റെഡ് കളറിലാണ് ഇത് കേപ്പിക്ക് ഒരു കുഞ്ഞു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ സർപ്രൈസ്. കേപ്പിയുടെ എടാ ജോളോ ചിപ്പ് എടുക്കണ്ടേ? ഇങ്ങനത്തെ എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. 2000 രൂപ തരുമ്പോ നമ്മൾ കഴിക്കണത് അത് തരും. ഓക്കെ, ജയിക്കണോ കിട്ടും. എങ്ങനെയാണ് ഇപ്പൊ ചെലവിലുണ്ടാവും? അരപ്പോട്ട് അരപ്പോട്ടല്ല, ഫുള്ള് കഴിച്ചിട്ട് പറയട്ടെ, ഞാൻ പറയട്ടെ. ഓക്കെ, ഫുള്ള് കഴിച്ചിട്ട് ഏറ്റവും കൂടുതൽ നേരം വെള്ളം പോലും കഴിക്കാതെ അങ്ങനല്ല ഒരു പാക്കറ്റ് ഫുള്ള് തിന്നണം. ഒരു പാക്കറ്റിൽ ഒന്നാ പോരാ എനിക്ക് ജയ് തിന്നാ ആദ്യം, എന്നിട്ടല്ലേ ബാക്കി. കുറെ ആൾക്കാരില്ല, 6 ആൾ മത്സരിക്കും. ഞാൻ പറയട്ടെ, സംശയം ചോദിക്കല്ലേ, ഞാൻ ആദ്യം പറയണ ഫുള്ള് കേൾക്കും, എന്നിട്ട് തോക്ക് കയറി വെടിവെക്ക്. ഓക്കെ, അതായത് 6 ആൾക്കാർ മത്സരിക്കും. 6 ജോളോ ചിപ്പ് ഉണ്ട്. ഓരോ പാക്കറ്റിൽ ഓരോന്ന് വീതം ഉണ്ടാവും. അത് കഴിച്ചിട്ട് ഏറ്റവും കൂടുതൽ, അതായത് ഫുള്ള് കഴിച്ചിട്ട് ഏറ്റവും കൂടുതൽ നേരം വെള്ളം പോലും കുടിക്കാണ്ട് ഒന്നും സാധനം കഴിക്കാണ്ട് ഏറ്റവും കൂടുതൽ നേരം ആരാണ് നിൽക്കണേ ഓൽക്കാണ് 2000. ഇനിയിപ്പോൾ വിജയികൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്പ്ലിറ്റ് ആക്കി എടുക്കുക. പ്രൈസ് കൂടുതല. ജോളോ ചിപ്പിന് 6 എണ്ണത്തിന് ആകെ 1300 റുപ്യ അയച്ചുള്ളൂ. ക്യാഷ് പ്രൈസ് 2000. അപ്പോൾ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ജോളോ ചിപ്പ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇനിയൊരു സാധനം ഞാൻ കുറച്ച് മുന്നേ വാങ്ങി വെച്ചില്ല, പക്ഷെ എനിക്ക് തരാൻ പറ്റിയില്ല. അന്ന് നമ്മൾ വയനാട്ടിലത്തെ പരിപാടിയും പിന്നെ സൗദി പോക്കെ കൈകൊണ്ട് പിന്നെ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. തുറക്ക് ആ വലിച്ചൂടാണ്ട് കേപ്പിക്കൻ്റെ ഒരു കുഞ്ഞു വാച്ച് ഉണ്ട്. ഇഷ്ടപ്പെട്ട ടൈപ്പ് ഇതാണ് ഗൈസ് നമ്മൾ കേപ്പ് കൊടുത്തത്. വാച്ച്. താങ്ക് യു.
ഈ ജോളജിപ്പ് തന്നാ റെഡി അല്ലേ? KP ജോളജിപ്പിന്റെ വ്ളോഗ് എടുക്കാൻ പറഞ്ഞാൽ നമ്മളെ വിളിച്ചു അങ്ങനല്ല ഞാൻ പാട്ടിടാൻ പോണില്ലേ, അപ്പൊ ജോളജിപ്പ് എന്നൊരു പാട്ട് പറയാൻ വരാം. എങ്ങനെയുണ്ട് നിങ്ങൾ ടൂർ എങ്ങനെ കൊടൈ ട്രിപ്പ്? ജിദ്ദിലില്ലാത്ത ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. ചെക്കന്മാരില്ലാത്ത ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് അടിപൊളിയായി. രണ്ടാള് ഭാഷിക്കാട്ടോ. ജിദ്ദി പറഞ്ഞ പോലെ എൻജോയ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനല്ല എക്സ്പീരിയൻസ് പറയും. ചെക്കന്മാരില്ലാത്ത ട്രിപ്പ് എങ്ങനെ? ഞെട്ടിക്കൽ ബിരിയാണി ആവശ്യപ്പെട്ടത്. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ് കാന്താരി ഉണ്ടല്ലോ, കാന്താരി കാന്താരിയോ? കാന്താര ബിരിയാണി ഞാൻ വെച്ച് കാന്താരിയോ? അല്ല ജോളജിപ്പ് ഇവിടുന്ന് മോളിന്ന് കഴിക്കാല്ലേ? ഒരു ഞെട്ടിക്കല്. ഞെട്ടിക്കൽ ജോളജിപ്പാണ് ആവശ്യപ്പെട്ട്. അപ്പൊ എന്തായാലും നമുക്ക് മോള് പോയിട്ട് നമ്മളെ ജോളോച്ചിപ്പിന്റെ വ്ളോഗിന്റെ പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളവിടെ മുകളിൽ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ആക്കണ്ട. സെറ്റ് ആക്കിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ ഇതാണ് നമ്മളത് ഐസ്ക്രീം സാധനങ്ങളൊക്കെ റെഡി. ഇത് തിന്നാ ഔട്ടാവും. ഇതൊരു പ്രിക്കോഷന് വേണ്ടി. ഞാൻ ജോളോജിപ്പ് തിന്ന് നിങ്ങളെ കൊന്നു ആരും പറയരുത്. പറ്റ പുറത്തെ തിന്നോണ്ടിട്ട് എപ്പോഴേ പറഞ്ഞ ഒക്കെ കഴിഞ്ഞ് തിന്നതേ പ്രശ്നമല്ല. തിന്നാൻ പാടില്ല. ഇപ്പൊ കുടിക്കാൻ പറ്റില്ല. ഇല്ല നിങ്ങളങ്ങോട്ട് മോൾ കിടക്കി, ഞാൻ സാധനം എടുക്കട്ടെ. അപ്പോൾ പോലെ സാധനം കൊണ്ട് മോൾക്ക് പോയിക്കണേ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ സാധനം. ഏറ്റവും പുതിയ ജോളോ ചിപ്പ്. ഇതാ 6 ഇതാ ഇതിലിഞ്ഞുണ്ട്. ഇതിനുള്ളിൽ 3 കൂടി ഉണ്ട്. ഇത് ഇപ്പോൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് എടുത്തതാ. ഓർഡർ ചെയ്ത് വരി. എൻ്റെ കൽബിൽ നീയാണ്. സൗദ് കഴിക്കണ്ടോ? ഇല്ലല്ലോ, സൗദ് കഴിക്കില്ലല്ലോ. 6 ഇപ്പൊ ആള് കൂടുതലേ തിന്നെ. അത് പറ്റൂല. അപ്പൊ ചാലഞ്ച് ത്രില്ലില്ല. ഇജൊന്ന് 1 2 3 4 റീനാലില്ലേ? അല്ല ബെല്ല് ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട്. ഞാൻ വ്ളോഗ് എടുക്കല്ലേ. ആകെ 6 സാധനം. ഇജ്ജ് കഴിക്കണ്ടോ? അനക്ക് ഇതല്ലേ വയറിളക്കല്ലേ? ഇജ്ജ് തിന്നണ്ട, പണിയാവും. അല്ല വേണ്ട, റിസ്ക് എടുക്കണ്ട. ഇരുമ്പ് ശക്തിയോ? അതെന്താ? ഇതിപ്പോ സൈഡ് കൊക്കി. എടാ ഇതിലൊരു സ്പൂണും കൂടി ഉണ്ടായില്ല. അതൊക്കെ മുഖ്യങ്ങള് കേപ്പിയാ ഇനി ആളുടെ ഇത് വാങ്ങും. ഇല്ലല്ല കുഴപ്പമില്ല. 1 2 3 വീഡിയോ എടുക്കാൻ നേരത്തെ പോലെ പ്ലാൻ ചെയ്തോണ്ടാക്കണം, അല്ലാതെ ധൈര്യമൊന്നുമില്ല. ധൈര്യം തിന്നോളി. ഞാൻ ട്രൈ ചെയ്തേക്കണേ. വൈകിട്ടുണ്ടല്ലോ. ഞാൻ പാടത്ത് പോയി തിന്നീനു അന്ന് മുട്ടേ. അതും ഒരു അരപ്പൊട്ട് തിന്നിട്ടു. പക്ഷെ ഇത് അത്ര സീൻ ഉണ്ടാവില്ല. ഇത് ഉള്ളതിൽ കുറച്ച് ഇത് കുറഞ്ഞ. ഇവിടെ വെക്കി സാധനം വെക്കി. ഇപ്പൊ എടുക്കാൻ പാടില്ല. മാർക്ക് പി എന്ന് പറയാം. അപ്പോൾ എടുക്കാൻ പാടുള്ളൂ. പ്രോട്ടീൻ ഉണ്ട്. ഇനി മത്സരാർത്ഥികളല്ലാത്തവരൊക്കെ ഒന്ന് ഇപ്പുറത്തേക്ക് നിന്നാണ്. അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് ബാക്ക് റെഡി അല്ലേ? അവിടെ ഇരിക്കി.
ഇത് ഞെട്ടിക്കലല്ല, ഇത് പൊട്ടിക്കൽ. ഞെട്ടിക്കൽ. മൂന്നും ഓക്കെ ഓക്കെ. റെഡി അല്ലേ? ഇത് വലിയ സീനില്ല. ഇനി കേട്ടോ. അപ്പോൾ ഇതാ 6 ആക്കും 6 എണ്ണം ഇവിടെ സെറ്റാണ്. റൂൾസ് ഡൗട്ട് ഉള്ളവരുണ്ടോ? ഓരോരുത്തരോട് ചോദിക്കാം. എൻ്റെ ഡൗട്ട് എന്താ പറയുക? 2000 1000 ആ ഇതിനെല്ലാത്തിനും പാടെ 1300 ഉറുപ്പിയുള്ളൂ ജോളോ ചിപ്പിന്. ചെലവ് കൂടുതലാ. ഐസ്ക്രീമിന് 900 ഉറുപ്പ്യ. എനിക്ക് വൻ നഷ്ടമാണ് പരിപാടി. പക്ഷെ എന്നാലും നിങ്ങളെ സന്തോഷം അതാണ് നമുക്ക് വലുത്. 3 കറക്റ്റാ. ഓക്കെ ഓക്കെ. അതാണ് എൻ്റെ സംശയം. ഇനിമുണ്ടല്ലോ കേട്ടോ. എൻ്റെ സംശയം എന്താ? റൂൾസ് ആൻഡ് റെഗുലേഷൻ എങ്കൾക്കിരുന്നാൽ വീരപ്പെടും. അപ്പോൾ റൂൾസ് എന്താ വെച്ചാൽ ഫുള്ള് കഴിക്കുക. അതായത് ചവക്കാൻ നിങ്ങൾ ടൈം എടുക്കുക. എല്ലാവരും ഫുള്ള് കഴിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നേരം എക്സ്പ്രഷൻ ഇടാൻ പാടില്ല കേട്ടോ. എക്സ്പ്രഷൻ ഇട്ടോളി. പക്ഷെ ഇവിടെ നിൽക്കണം. അങ്ങോട്ടും പായലൊന്നുമില്ല. ജയിലിലിട്ട പോലെ. അപ്പൊ ഏറ്റവും കൂടുതൽ നേരം ആരാണോ, പിന്നെ ഇപ്പോഴേ പറയാ, ഗർഭിണികളും സ്ത്രീകളും ചെറിയ കുട്ടികളും ഇതൊന്നും അനുകരിക്കരുത്. ഇത് നമ്മൾ ഒരു ഫൺ എന്റർടൈൻമെന്റ് പുറത്ത് മാത്രം ചെയ്യണതാണ്. നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ, വെള്ളവും സാധനങ്ങളൊക്കെ അവിടെ വെച്ചിക്കണ്. ഇനിയിപ്പോൾ ഇവർക്ക് അർജന്റായിട്ട് ബാത്റൂം വേണം. ഇവിടെ അടുത്ത് തന്നെ ബാത്റൂം ഉണ്ട്. ഒക്കെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഇവലെ അതിന് അതിപ്പോഴേ പറയാം കേട്ടോ. 2000 ഉറുപ്പ്യക്ക് വേണ്ടി ആകെ ചാവാൻ നിൽക്കരുത് നന്നായിട്ട്. അത് വേണ്ട വെള്ളമാണെ അവിടെ നിന്ന് എടുത്ത് കുടിച്ചു വേണ്ടി. തോറ്റാലും കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ലേസ് തിന്നല്ലോ, എന്നിട്ടല്ലേ തോറ്റത്. കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഇത് ചെയ്യാൻ റെഡി അല്ലേ? ഞാൻ റെഡിയാ. ഒക്കെ റെഡി ആയിട്ട് നിന്നതാണ്. ഞാൻ ആരും നിർബന്ധിച്ചിട്ടില്ല കേട്ടോ ചാലഞ്ചിന് വേണ്ടി. ഒക്കെ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ് റെഡി ആയി നിന്നോലാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ ഇത് തുടങ്ങല്ലേ? ഞാൻ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഞാൻ ഇരിക്ക. ഓക്കെ. മുണുങ്ങാൻ പറ്റൂല കേട്ടോ. ചവച്ചരച്ചിട്ട് തിന്നണം. ആദ്യം ഓരോരുത്തർ തിന്നണം. എന്നാലും മറ്റേ ഇബനൊക്കെ മുണുങ്ങും തോന്നുന്നു എനിക്ക്. എന്നാ കഴിക്കല്ലേട്ടോ. പൊട്ടിച്ചിട്ട് കാണിച്ചോണ്ടാ മതി. അതിന്റെ ഉള്ളിലത്തെ എന്താ നമ്മളൊക്കെ ഒന്ന് കാണട്ടെ. ബിസ്മില്ലാ. ആദ്യം ഒന്ന് പൊട്ടിച്ചാ. അഫീന്ന് ഇവിടെ വെച്ചാ കാണട്ടെ ഇവിടെ വെക്ക്. പൊട്ടിച്ചിട്ട് ലേസ് പാക്കറ്റ് പൊട്ടിക്കല്ലേ. കാണട്ടെ സാധനം കാണട്ടെ. സാധനം നോക്കട്ടെ. എൻ്റെ മുത്തേ കേട്ടോ. ദാറ്റ് ഈസ് വെയിറ്റിംഗ്. മെയ്ഡ് വിത്ത് കരോളിന റീപ്പർ പെപ്പർ, ക്രിയേറ്റഡ് ഫോർ ദ ഷിയർ പ്ലഷർ ഓഫ് ഇന്റൻസ്. അത് മനസ്സിലായി. ഇന്റൻസ് ഹീറ്റ് ആൻഡ് പെയിൻ. ക്യാൻ യു ഹാൻഡിൽ ദിസ് ഡെഡ്ലി ചിപ്പ്? ഓക്കെ. ഷോർട്ട് ടേം ലോസ് ഓഫ് സ്പീച്ച്, മൗത്ത് ഓൺ ഫയർ, ഇമ്പയർഡ് വിഷൻ ഫ്രം ടിയേഴ്സ്. ചിലപ്പോൾ കണ്ണൊക്കെ അടിച്ചു പോകുന്നതാണ് പറയുന്നത്. എക്സ്ട്രീം പ്രൊഫാനിറ്റി. ഓക്കെ. RIP, അഡ്വാൻസ് RIP ഒക്കെ വെച്ചിട്ടുണ്ടോ. റീപ്പർ ഈസ് വെയിറ്റിംഗ്. അപ്പോൾ ഇതാണ് നമ്മളെ ചിപ്പ് കേട്ടോ. ഇതാണ് ചിപ്പ്. ഇത് വാക്യൂം ചെയ്ത് വെച്ചേക്കാൻ തോന്നുന്നില്ലേ? പാക്കറ്റ് എടുത്തോ. എന്നാ പെട്ടിയൊക്കെ മാറ്റിച്ചാണ്. ഇല്ല മരിക്കൊന്നുമില്ല. എല്ലാരും ചിപ്പ് എല്ലാരും കയ്യിലെടുത്താണ്. പൊട്ടിച്ചിട്ട് ചിപ്പ് കയ്യിലെടുക്കിട്ടോ. ഒച്ച പോയപ്പോ തന്നെ അങ്ങനെ പിടിച്ചില്ല. എടുത്തു അടക്കിട്ടോ. അഫി സാധനം കയ്യിലെടുത്തു. പറ്റണില്ല. പൊട്ടിച്ചപ്പോ തന്നെ വേറെ ഉണ്ടെങ്കിൽ തിന്നാ മതി. തിന്നല്ലേ? ആദ്യം ഞാൻ തിന്നു. എല്ലാരും കഴിക്കും. ചവച്ച് കഴിക്കണ്ടോ? ചവച്ച്. റെഡി 1 2 3 സ്റ്റാർട്ട്. മരണപ്പെട്ടിട്ട് വരാം. അന്ന് എന്ത് കേട്ടി എടുത്ത് തിന്നാ ഫീഫ?
കഴിച്ചോ ഫുൾ കഴിച്ചോ ചവക്ക് ചെറിയ അത് തിന്നാ അങ്ങനെ ഫെയർ പ്ലേ കളിക്കട്ടോ ഫുൾ കഴിച്ചോ അത് കിട്ടില്ലേ അല്ലേ 2000 സാധനം മാറിയോ മസ്റ്റാണെന്ന് ഇരുല്ലേ കുറച്ചേരം കഴിയില്ല ഒരു 2 മിനിറ്റ് നിൽക്കി വെയിറ്റ് ഇതെന്താ അതൊക്കെയാ എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് ഗ്ലാബിയ പുള്ളി തിന്നിട്ടില്ലേ ആ ഓക്കെ എങ്ങനെയുണ്ട് ഒന്നാം തരം ആയിരിക്കും കണ്ണെന്താ കണ്ണൊന്നുമില്ല ഇതിനെങ്ങനെയുണ്ട് മുടിയൊക്കെ മാറ്റി കാണും അവിടെ അല്ലേ ഇതെന്ത് കണ്ണു പോയി ഓ കണ്ണു പോയത് ഒന്നേ കെൻസ് ഔട്ടായി 2000 രൂപയ്ക്ക് മത്സരിക്കുന്ന എരി പോയി തല വറക്കുണ്ട് എരി പോയി പക്ഷെ തലക്കൊരു കാണുന്നു സീനൂല നിൽക്കും ഗാന്ധി കെൻസിന്റെ പിടുത്തം വിട്ടുണ്ടോ അപ്പൊ തന്നെ ഫസ്റ്റ് 1 മിനിറ്റ് പോലും നിന്നില്ല ഇനി വേണോ നിങ്ങളൊക്കെ എന്താ തിന്ന് എന്ത് വർത്താനം പറയാൻ ചെന്നില്ല കെൻസ് അത് ഐസ്ക്രീം ഒരു ഐസ്ക്രീം ഇപ്പൊ തന്നെ തീർക്കട്ടോ കെൻസ് ഞാൻ പങ്കെടുക്കുന്നൊക്കെ പറഞ്ഞു ഒരു ചിപ്പ് വെറുതെ കളഞ്ഞു ഞെട്ടികളാണ് ആവശ്യപ്പെട്ട് കണ്ണൊക്കെ വെള്ളം ഹീറോ പിടിച്ച് 2000 രൂപയ്ക്ക് വേണ്ടി എന്തും ചെയ്യും അല്ലേ കിടക്കണ എണീക്ക കഷ്ടപ്പെട്ട് പോയി തിന്നോട്ടു 2000 ഡിവൈഡ് ബൈ 5 എത്ര ആടാ എനിക്ക് വൻ നഷ്ടാണത് ചുണ്ട് എവിടെ അനക്കെന്താ ഫീൽ ചെയ്യണേ എരിവില്ല മുഖം മൊത്തം തരിപ്പ് തരിച്ചു എനിക്കൊരു തേങ്ങയില്ല എനിക്കൊരു തേങ്ങ തോന്നുന്നു അനക്കെന്താ തോന്നണേ ഇതില് കൊറേയൊക്കെ ഔങ്ങിക്കണ് തോന്നുന്നു കൊറേയൊക്കെ ഇതിനൊക്കെ വേഗം പൊടിച്ചുകാണ്ട് കൊറേ പോക്കറ്റ് കൂടെ ഇട്ടിട്ട് മുഖമൊക്കെ നീറുന്നു ഇവലെ ഇടയിൽ നിന്നിട്ട് ടേസ്റ്റ് നോക്കാൻ ആ പീസ് എവിടെ ഞാൻ നോക്കട്ടെ വലിയ ചെറിയൊരു കുഴപ്പമൊക്കെ എന്താ അങ്ങനൊന്നുമില്ല പിന്നെ
എല്ലാരും ചോദിച്ചാ സ്പ്ലിറ്റ് പോയി വരുമ്പോ ഫുൾ മന്തിയുടെ കഴിക്കുക മാണ്ട് കൊറേ നേരം ഇന്നപ്പോ കുഴപ്പമില്ലാന്നല്ലേ അവിടെ 2 ചിപ്പൊക്കെ കൊടുക്കണേ ഒരാൾക്ക് എന്നിട്ട് ഏറ്റവും കൂടുതൽ തിന്ന ആരോ ഓൽക്ക് കൊടുക്കണം അല്ലേ ഇവല് ആരും വിട്ടുകൊടുക്കില്ല എന്നുള്ള മൈൻഡ് സെറ്റിലാണ് കേട്ടോ. ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള മൈൻഡ് സെറ്റിലാണ്. കെൻസ ആദ്യം വിട്ടുകൊടുത്തു, ഇന്നെ കൊണ്ട് പറ്റും. കൂടുതൽ പറ്റൂല എന്നിട്ട് ഇതിന് മത്സരിച്ച് തിന്നാൻ പറ്റില്ല. പക്ഷെ എത്താൻ പറ്റൂലേ നോക്കട്ടെ അടിക്ക ആക്കാനും കൂടി കഴിയുന്നില്ല. നമുക്ക് അതൊന്നുമില്ല കേട്ടോ, അതൊന്നും പറഞ്ഞില്ല, റൂൾസിലാവുന്നില്ല. അത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വലിയ ഡിമാൻഡ് അല്ലേ? ഇപ്പൊ തോന്നില്ല അത് വെച്ചാൽ നന്നായിന് അടുക്കട്ടോ. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ അറിയാതെ മുഖത്ത് കൂടെ തേച്ചിക്കണ് എല്ലാം നിറലുണ്ട് ഇവിടെ. ചങ്കുള്ള എനിക്കെന്തറിയോ, രണ്ടു ഭാഗത്തും ഈ രണ്ടു ഭാഗത്തും തരിച്ചുകൊണ്ടേ നിൽക്കണം. ഇപ്പോഴും തരിച്ചിട്ടുണ്ട്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തരിച്ചു രണ്ടു ഭാഗത്തും. ഇതെന്തായാലും നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ആരാണ് ഇത് വെറുതെ കുറെ നേരം പോകുന്നല്ലാതെ ആരാണ് നിൽക്കണ നോക്കാം. ലാസ്റ്റ് നമുക്കൊരു ടൈം നോക്കാം അല്ലേ? ഇപ്പം എത്രയായി? 10:30. ഒരു 11 മണി വരെ നമുക്ക് നോക്കാം. എന്നിട്ട് മുട്ടോട്ടതില്ലെങ്കിൽ സ്പ്ലിറ്റ്. ഓക്കെ. അപ്പോൾ ഗൈസ് എല്ലാവരും ഇഞ്ചോടിഞ്ച് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിട്ട് കൊടുക്കില്ല, ആരും വിട്ട് കൊടുക്കില്ല എന്നുള്ള ഇതിലാണ് ഇപ്പൊ നിക്കണത്. എന്ത് പോയി ഇനി അടുത്തില്ലേ? എന്നാ ഒരാൾക്കാക്കണോ പ്രൈസ്? ഒരു ചാലഞ്ച് ഉണ്ട്. 1 സ്പൂൺ മുളക് പൊടി തിന്നാ. ഒന്നോട്ടെ ഉണ്ടോ? അതാകുമ്പോ ഒരാൾക്ക് കിട്ടും. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ചെയ്യും, എല്ലാം സ്പ്ലിറ്റ് ആക്കും. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ല അപ്പൊ പറ്റൂല. മുളക് പറ്റോ? മുളക് പച്ചമുളക് പൊടിച്ച് മിക്സിയിൽ പൊടിച്ചിട്ട് ഓരോ മുളക് വീതം തിന്നാ പറ്റുമോ? ഓക്കെ അല്ല, എല്ലാവർക്കും ഓക്കെ ആണ്. കാരണം മത്സരം നമ്മൾ ഈ റൂള് നമ്മൾ ഇപ്പെട്ട റൂളാണ്. അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണെങ്കിലേ പറ്റുള്ളൂ. മുളക് കിടന്ന എന്താണ് അടുക്കളയിലുള്ള മുളക് എടുത്തോണ്ട് ഇത് റെഡിയാ? എത്ര ആൾക്കാർ റെഡിയാ? കൈ നോക്കി. ഓക്കെ അതൊക്കെ ആവശ്യമില്ലല്ലോ. വേണ്ട ഇല്ല, അത് നോക്കട്ടോ. അപ്പൊ 2000 രൂപക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ്. അപ്പൊ മുളക് കഴിച്ചിട്ട് ആരാണ് ഞാൻ നിൽക്കണ നോക്കാം. എനിക്കൊന്നും ജോളച്ചപ്പേക്കാട്ടിൽ വരുന്നുണ്ടാവും മുളകിന്. ഇമ്മ ഒന്നുകൊണ്ട് വരുമോ? ഇവിടെ മുളകുണ്ടോ? മുളക് ചലഞ്ച് ജോളച്ചപ്പ് തിന്നിട്ട് ഒന്നും ആയില്ല. കാന്താരി ഉണ്ടോ ഇവിടെ? കാന്താരി അല്ല, നമ്മളെ മുളക് മറ്റേ മുളകുണ്ടല്ലോ. അല്ല കാന്താരി ഉണ്ടോ? കാന്താരി ലേറ്റ് വരൂ. ഇതാണ് ഒരു കാന്താരി നമ്മളെ മുളക് മരത്തുമത്തെ മുളകാ. ഇതാണ് മുളക് കാന്താരിയിലെ റേറ്റ് തന്നെ ആണോ? പക്ഷെ ഒരേ സൈസ് 5 എണ്ണം വേണം. മരം എവിടെ? എന്നാ വരിക, നമുക്ക് ഫ്ലാഷ് ഓൺ ആയിക്കോ കട്ട് ചെയ്തിട്ട്. ഗൈസ് അപ്പം നമ്മളെ മുളക് ഇതാ ഇത് ഒരേ സൈസുള്ള എടുക്കണം. ഒന്ന് ഞാനും എടുക്കാം. 2 4 ഇത് കൊടുക്കാനേ അറിയാം.
ഓക്കെ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ മുളക് എടുത്തിട്ടുണ്ട്. എന്നാ പിടിച്ചോ. ആ ചെറുതൊന്നുമില്ല, ഒക്കെ ഒരേ ദിവസം നോക്കി എടുത്തതാണ്. എന്നാ ഞാനത് ഒക്കെ ഒരേ ദിവസം കൂട്ടത്തിൽ എഴുതുന്നില്ല ജോക്ക്. അത് വലിപ്പല്ല, തടിയുണ്ട്, ഒക്കെ ഒരേപോലത്താണ് ഏകദേശം. എന്താ ഇത് തിന്നിട്ട് പിന്നെ ഇനി മുളകൊന്നും കൂടി ബാ. അതില്ല അതില്ല തിന്നു. മുണുങ്ങലില്ല ഇജ്ജ് മുണുങ്ങിക്കണോ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ചവക്ക് ഇജ്ജെന്താ കാട്ടണേ? ഊതല്ല കേട്ടോ, കുരു തിന്ന്. അത് തിന്ന് ആ തിന്നൂടി. എന്തിനാ വെയിറ്റ് ചെയ്യണേ? അത് ചവച്ച അനക്ക് തരില്ല കേട്ടോ. ഇജ്ജ് മുണിങ്ങി. ഇജ്ജ് ചവക്കണ ചെവിടുക്കും കേൾക്കണില്ല. ചവച്ചോട് ഫുള്ള് ചവക്ക്. ഇങ്ങനെ കാണിച്ചു. പൊക്ക് ചവച്ചിട്ടില്ല. ഒരു വളം കൂടി എടുക്കേണ്ടി വരും. ജോളച്ചിപ്പോ തന്നിട്ടേ മുളകൊന്നും ഏൽക്കണില്ല. കൊല്ലോന്ന് ഇനി വേണ്ട. ഓവർ ചെയ്ത് തിന്നണേ നല്ലതല്ല. 2000 രൂപയൊക്കെ വേണ്ടി എടുത്തത്. അത് കണ്ടു 2 പുഷപ്പെടുത്തപ്പോ മനസ്സിലായില്ല. ഞാൻ കൊടുമ്പോഴും വേണ്ടിയാ മറ്റേ പൊടിയില്ലേ എന്നിട്ട് എക്സ്പ്രസ് ഇല്ലാതെ കൈപ്പങ്ങ എക്സ്പ്രസ് അല്ലാതെ കൈപ്പങ്ങ അതാകുമ്പോ കൈപ്പുണ്ടാവുള്ളൂ. അല്ല വേണ്ട. ഇനി എന്തായാലും കൈപ്പങ്ങയൊക്കെ ഞാൻ ഈ രാത്രി എവിടെ നിന്ന് എടുത്തോണ്ടിരാൻ. ഞാനൊക്കെ കിളി പോയിരിക്കാണ്. മുളകിന്റെ എഫക്റ്റ് കുറച്ചേരം കഴിഞ്ഞിട്ട് അതിനുണ്ടോ? അടിച്ചു പൂസും മലയാളി പോ. അവിടെ ഇരി. അതുകൊണ്ട് ഇനി മതി ഗൈസ്. അപ്പൊ നമ്മള് ബ്ലോഗ് 2000 രൂപ 5 പേർക്ക് സ്പ്ലിറ്റ് ആയിട്ട് നമ്മള് ക്യാപ്റ്റന്റെ തീരുമാനം അന്തിമമായിരിക്കുന്നു. ഇപ്പൊ സിംഗിൾ റിസ്ക് അങ്ങനെയല്ല, ഇത് റിസ്ക് വേണ്ടല്ലോ. അത് വേണ്ട. അല്ലേ പറയട്ടെ 2000 രൂപ സ്പ്ലിറ്റ് 5 മുളക് കളിക്കാൻ റെഡിയാണോ? സ്പ്ലിറ്റാട്ടോ. അപ്പൊ 2000 രൂപയ്ക്ക് വേണ്ടിയാണ് ഇജ് വേണ്ട. അങ്ങനെ വേണ്ട. അല്ല ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമുക്ക് സ്പ്ലിറ്റിന് നിർത്താം. അടുത്ത ചാലഞ്ച് നമ്മൾ ന്യൂഡിൽസ് ആയിട്ട് വരും. ജിള്ളന്നേ വെക്കുള്ളൂ. ഓക്കെ, ജെന്നാണ് ലീവിൽ വരുന്നത് അന്ന് നമ്മൾ ലേസോടെ. അപ്പോൾ ഗൈസ് അടുത്ത ചാലഞ്ച് നമ്മളിവിടെ അനൗൺസ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഒക്കെ മുമ്പ് പറയും. ഓരോ പാക്കറ്റ് മറ്റേ സ്പൈസി നൂഡിൽസ് 3x സ്പൈസി, അതല്ലേ 3x അല്ലേ? അല്ല, ആ സ്പൈസി സാധനം നമ്മൾ ഇറക്കും. അത് 2000 ഒരാൾ അക്കൗണ്ട് കിട്ടും. നിങ്ങൾ സ്പ്ലിറ്റ് ആക്കി നിങ്ങൾ കിട്ടും. അതൊക്കെ കിട്ടും. ആ നമ്പർ ഇതിൽ തന്നെ പറയും. പിന്നെ എനിക്ക് സ്പ്ലിറ്റ് ഇടേണ്ടി വരില്ല. റിന നമ്പർ പറഞ്ഞാ ഞാൻ ഇപ്പൊ പറഞ്ഞ നമ്പർ പറഞ്ഞു കൊടുക്കട്ടെ. ഗൈസ് അപ്പോൾ ചലഞ്ച് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. അത് തിന്നാനായില്ല കേട്ടോ. അപ്പോൾ
അടുത്ത ചാലഞ്ച് ഇൻഷാല്ല നമ്മൾ ഈ 5 ആളെ വെച്ച് ഔട്ടായി ഈ 5 ആളെ വെച്ചിട്ട് 2000 രൂപ ക്യാഷ് പ്രൈസിൽ തന്നെ നമ്മൾ വരുന്നതാണ്. ഓക്കെ, നമുക്ക് ആലോചിക്കാം. ഓ, നിങ്ങളെ ലാഭാന്ന് നോക്കണല്ലേ, നമ്മൾ കമ്പനി നഷ്ടത്തിലായാലും പ്രശ്നമല്ല. നിങ്ങൾക്ക് അതൊക്കെ നമ്മൾ സെറ്റാക്കാം. ഇപ്പൊ ചാലഞ്ച് എന്തായാലും നമ്മൾ വൈൻഡ് ആയിട്ട് അറിയിക്കണം. തിന്നോളി തിന്നോ. അപ്പൊ ചലഞ്ച് വൈൻഡപ്പായി. തിന്നോ മാണ്ടിക്ക് തിന്നോളി. ഇത് കൊണ്ടുവച്ചാ ഇത് ഇനി വെറുതെ പൊട്ടിക്കണ്ട. ഇത് ഫ്രീസർ കൊണ്ടുവച്ചാ ഇജ്ജ് കൊണ്ടുവച്ചാ ഓനെ പണിയിപ്പിച്ചില്ല വെറുതെ തന്നെ. പാണ്ട മോട്ടറിന് ഒരട്ട ഓടി വരികയാണ്. ജയിച്ചത് ഇതാ ബല 5 ആളും ഇജ്ജ് തോറ്റു. ഇതൊക്കെ തോറ്റിരിക്കണം കേട്ടോ. ടോപ്പായി കണ്ടേ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുക്കം മണാശ്ശേരിന്ന് വന്നിട്ട് ചാലഞ്ച് പൊട്ടി പോവാ. സംബന്ധം അറിയോ? സംബന്ധം എന്താ പറഞ്ഞു? നാ പൊള്ളിയതാണ്. നാ പൊള്ളിട്ട് ഭയങ്കര മധുരം സമ്മതിച്ചിക്കണ്. എനിക്ക് ഇവിടുന്ന് ഇപ്പഴും പോയില്ല മൂക്കുന്ന ജിപ്പിനെ പറ്റി എന്താ വിചാരിച്ചു? പിന്നെ ഇപ്പോഴും ഇവിടെ തരിച്ചിട്ടുണ്ട് 2 സ്ഥലം. തിന്നുമ്പോ ഭയങ്കര തിന്നുമ്പോ ആ ഒരു കത്തലാണ് കയറും ഒന്നാഴ്ച. അതാണ് അതിലേക്ക് കയറി ചെവി വേദന തുടങ്ങി. ചെവി വേദനയിലേക്ക് തള്ളുണ്ടോ പൈസ ഉള്ള സത്യ ഗൈസ്. അപ്പോ 2000 രൂപ ഇതാ ഇപ്പൊ തന്നെ 10.50 10.51 ഇതാ നമ്മള് 2000 രൂപ നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞു. എല്ലാവരും സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കുക. വാക്ക് പറഞ്ഞാൽ നമ്മൾ വാക്കാണ്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്. നമ്മൾ കുറേ ആയി എന്തെങ്കിലും വ്ളോഗൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ട് അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ചെക്കന്മാർ ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞപ്പോൾ നമ്മളത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ചെയ്തതാണ്. ആരും ഇന്നെ തെറി വിളിക്കരുത്. ഇത് ഇബൽ നിർബന്ധിച്ച്. അതാ ഇവനാണ് മെയിൻ ആൾ. എടാ വ്ളോഗ് എടുക്ക് ജോളോച്ചിപ്പ് ഓർഡർ ചെയ്യും. എന്നിട്ട് നമ്മൾ ജോളോച്ചിപ്പ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് കുറേ സ്ഥലത്ത് തപ്പിയ. കാരണം ആമസോണിൽ ഓർഡർ ചെയ്യുമ്പോൾ ഒരാഴ്ചയ്ക്ക് ടൈം കാണിച്ചില്ല. ലാസ്റ്റ് ഞാൻ ഓർഡർ ചെയ്ത് ഒരാഴ്ച ആയപ്പോൾ നമ്മൾ കറക്റ്റ് നാട്ടിലെത്തി സാധനം ഇവിടെ എടുത്തിച്ച് ഇവരെന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത ചാലഞ്ചാണ്. അപ്പോൾ ആരും ഇത് കണ്ടിട്ട് അനുകരിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പ്ലീസ് കുട്ടികൾ ആരും ഇത് കണ്ടിട്ട് അനുകരിക്കരുത്. നിങ്ങൾ സ്വന്തം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസ്കിലേ ചെയ്യുക. നമ്മളിത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിരുന്നോ അത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിരുന്നോ ആരും പറഞ്ഞു വരരുത്. പിന്നെ അത് പറയാൻ കാരണം എന്താ അറിയോ, പ്രേക്ഷകർ വ്ളോഗായിട്ട് ചോദിക്കുന്നുണ്ട് ബോസേ. അതാണ് വ്ളോഗ്. പക്ഷേ അതിനുള്ള സമയം കിട്ടുന്നില്ല. ഇപ്പം നമ്മളൊരു ഗ്യാപ്പ് കിട്ടിയാൽ അതന്നെ നമ്മളിന്ന് കളി കഴിഞ്ഞു. നമ്മൾ എല്ലാവരും ടയേർഡാണെന്ന് അറിയാം. പക്ഷെ എന്നാലും വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ നമ്മൾ വാച്ചും കേപ്പിൻ്റെ ഞാൻ ഇതേപോലെ ഈ ജോളജിപ്പ് പോലെ എന്നോ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെക്കന് കൊടുക്കാൻ പറ്റിയില്ല. സൗദി നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ സൗദി പോയതല്ലേ. വയനാട്ടിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ സൗദി പോയതാണ്. അപ്പോൾ കേപ്പിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ബർത്ത്ഡേ നമ്മൾ പൊളിച്ചടിച്ചിട്ടുണ്ട് കേപ്പിന്റെ. അത് കേപ്പിന്റെ ഇപ്പോഴും ഇല്ല എൻ്റെ റീലിൽ. കേപ്പിന്റെ കഴിഞ്ഞ റീലെടുത്തൊക്കെ കള്ളർക്ക് കാണാൻ പറ്റും. ഞങ്ങൾ രാത്രി കേപ്പിന്റെ പേര് കേപ്പി ഒരു ഐഡിയ ഇല്ല. കേപ്പി ഇങ്ങനെ അന്തം വിട്ട് എന്തോ ഓൻ കോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. പേരെ പറ്റി ഓപ്പറൊക്കെ പൊട്ടി കേപ്പി ഞെട്ടണം. അതിൽ കറക്റ്റ് കാണാം. അത് അന്ന് നമ്മളെല്ലാവരും അത്രക്കും ഫ്രീ ആയിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ആരതായാലും നമുക്ക് അങ്ങനെ ഷാനുവിന്റെ ബർത്ത്ഡേ തന്നെ നമുക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റേജ് മേലെ അവിടുത്തെ ആൾക്കാർ കേക്ക് സെറ്റാക്കി നമ്മളത് സ്റ്റേജ് മേന്ന് മുറിച്ചു. അത് അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിലാണ് എല്ലാവരും മര്യാദയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റാത്തത്. പക്ഷേ നമ്മൾ അപ്പോൾ പുറത്തുനിന്ന് കാണുന്നവർ ചിലപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടാവും നിങ്ങൾ എന്താ അങ്ങനെ. പക്ഷെ നമുക്ക് അതിനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ടും ഇതിനും കൂടിയാണ്. നമുക്ക് ഇതിനൊന്നും ആഗ്രഹമില്ലായിട്ടോ നമുക്ക് ചെയ്യാൻ പോകുന്നില്ലായിട്ടോ അല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആഘോഷങ്ങളും പൂരങ്ങളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും തുടരുന്നതാണ്. അപ്പോൾ എല്ലാവരും വ്ളോഗ് കണ്ടിരുന്നതിന് താങ്ക് യു. ആരും ഒന്നും അനുകരിക്കരുത്. അതാണ് എനിക്ക് പിന്നെയും പറയാനുള്ളത്. ഇതൊക്കെ അനുകരിച്ചോളൂ, ഗിഫ്റ്റൊക്കെ വാങ്ങിക്കോളൂ. ഇതൊക്കെ അങ്ങനത്തെ അനുകരിച്ചോളൂ. നിങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങി അയച്ചെന്നോളൂ, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒക്കെ ചെയ്യുക. താങ്ക് യു.